മുതലപ്പുഴയിൽ വള്ളങ്ങൾ മറിയുന്നത് ഒരു പുതിയ സംഭവമേ അല്ലാതായി മാറിയിരിക്കുന്നു അല്ലേ? മുതലപ്പുഴയിൽ 2 വള്ളങ്ങൾ മറിഞ്ഞു എന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവരെയും രക്ഷപ്പെടുത്തി. രാവിലെ 7 മണിയോടെ ആദ്യ അപകടം നടന്നു. 1 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ വള്ളവും മറിഞ്ഞു. പെരുമാതുറയിലെയും പുതുക്കുറിച്ചിയിലെയും വള്ളമാണ് മറിഞ്ഞത്. വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നു. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താനായത്? മോത്തി, ഇന്ന് 2 അപകടങ്ങളാണ് പെരുമാത്ര മുതലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ അപകടം രാവിലെ 6 മണിയോടുകൂടിയും രണ്ടാമത്തെ അപകടം 7:15 കൂടിയാണ് ഉണ്ടായത്. ഇതിൽ ആദ്യത്തെ വള്ളം മറിഞ്ഞതിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തേതിൽ 3 പേരെയും എല്ലാവരെയും ആളഭയമില്ലാതെ കരയ്ക്കെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെ ഒരു നല്ല കാര്യമായി പറയാൻ സാധിക്കുന്നത്. അറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പ് പെരുമാതുറ മുതലപ്പുഴയിൽ സമാനമായ ഒരു അപകടം ഉണ്ടാവുകയും ബെനഡിക്ട് എന്ന് പറയുന്ന ഒരാളിന്റെ ബെനഡിക്ട് എന്ന് പറയുന്ന ഒരാളിന്റെ മൃതശരീരം ഇന്നലെയാണ് സമീപ പ്രദേശത്തുള്ള തീരത്ത് നിന്ന് കിട്ടുകയും ചെയ്തത്. അത്തരത്തിൽ ഈ ഒരു വർഷക്കാലം ഇതുവരെ ഇത് ഉണ്ടാകുന്ന 5ാമത്തെ മരണമാണ് കഴിഞ്ഞ ദിവസത്തെ ബെനഡിക്റ്റിന്റെ മരണം. പക്ഷേ വള്ളങ്ങൾ മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര അപകടങ്ങൾ ഈ ഒരു വർഷകാലയളവിൽ മാത്രം പെരുമാതുറ മുതലപ്പുഴയിൽ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ അപകടത്തിൽ പോലീസുകാർക്കായിരുന്നാലും കോസ്റ്റൽ ഗാർഡിനായിരുന്നാലും വെറും കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാം. കാരണം ആദ്യത്തെ അപകടം ഇന്ന് രാവിലെ 6 മണിയോട് കൂടി ആദ്യത്തെ അപകടം നടന്നപ്പോൾ തന്നെ അവിടെ ഇവരെ രക്ഷിച്ച് കരയ്ക്ക് എത്തിക്കുന്നതിനൊക്കെ വലിയ പോലീസ് സന്നാഹവും അതുപോലെ തന്നെ കോസ്റ്റൽ ഗാർഡിൻ്റെയൊക്കെ സേവനങ്ങളും സമീപത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ സേവനങ്ങളൊക്കെ തന്നെ അവിടെ ലഭ്യമായിരുന്നു. പക്ഷേ അവരെ ഈ 6 മണിക്ക് ഉണ്ടായ അപകടത്തിൽപ്പെട്ട 7 പേരെയും കരയ്ക്ക് എത്തിച്ച വലിയ താമസമില്ലാതെയാണ് രണ്ടാമത്തെ അപകടവും 7:15 കൂടി ഈ മുതലപ്പുഴയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ആ ഒരു വള്ളം ഈ ആദ്യത്തെ ഒരു വലിയ തിരയിൽപ്പെട്ട് മറിഞ്ഞ വള്ളത്തിൽ നിന്ന് വീണ്ടും ആ വള്ളത്തെ തുടരെ എത്തിയ തിരകൾ വലിയ തിരമാലകളെടുത്ത് മറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അവിടെ ഒരു വലിയ അപകടം ഉണ്ടായിട്ട് പോലും അവരെ രക്ഷിക്കാൻ പോലും ആർക്കും അവിടേക്ക് ആ ഒരു സമയത്ത് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് പെരുമാതുറ മുതലപ്പുഴയുള്ളത്. കാരണം ആരങ്ങോട്ടേക്ക് ഇറങ്ങിയാലും അവർക്ക് ജീവനോടെ തിരികെ കയറാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ പെരുമാതുറ മുതലപ്പുഴയിൽ നിലനിൽക്കുന്നത്. ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിയത്. മുതലപ്പുഴയിൽ വീണ്ടും ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നു. 2 വള്ളങ്ങളാണ് മറിഞ്ഞത്. പക്ഷേ മത്സ്യത്തൊഴിലാളികളെയൊക്കെ അവർക്കൊക്കെ രക്ഷപ്പെടാനായി എന്നുള്ളതാണ്